നോക്കട്ടെ. ഇപ്പൊ എന്തിനാ അതിന് കാശ് കളഞ്ഞത്? നീ ഇതൊന്ന് ഉടുത്തേ, ഞാനൊന്ന് കാണട്ടെ. ഇപ്പൊ ഉടുക്കാനോ? ഇപ്പൊ വേണ്ട, ദേഹം നിറച്ച് അഴുക്കാം, കുളിച്ചിട്ടുടുക്കാം. പോരാ, ഇപ്പൊ തന്നെ നീ സാരി ഉടുത്ത് നിൽക്കുന്നത് എനിക്ക് കാണണം. വേണ്ട ദീപു. ഞാൻ പറഞ്ഞാ നീ കേക്കില്ലേ? ഒന്നുടുക്കരാതെ. അയ്യയ്യേ, നിനക്ക് ഒന്നും അറിയില്ല. ഇങ്ങതാ, ഞാൻ ഉടുപ്പിച്ചു തരാം. നീ എത്ര മനോഹരിയായിരിക്കുന്നെന്നോ. ചുമ്മാ കളിയാക്കാതെ. ദീപുനുള്ള ചോറ് വന്നല്ലോ. എന്നാ നിങ്ങൾ അടുത്ത ആഴ്ച വരൂ. അപ്പോഴേക്കും ഞാൻ കണക്കുകളൊക്കെ ശരിയാക്കി വെക്കാം. ശരി, ഞാൻ വരട്ടെ. രാധേ, നോക്കട്ടെ. പെണ്ണങ്ങ് പിണങ്ങിയല്ലോ. ഇതാ നിനക്കൊരു സമ്മാനം. അയ്യ, നന്നായിരിക്കുന്നു. ഒരുപാട് കാശായി കാണുമല്ലോ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന മാത്യുവിന്റെ കല്യാണം നാളെ. നിന്നെ കൂടെ വിളിച്ചോണ്ടിരുന്നെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ ഇതെടുത്തുകൊണ്ട് നാളെ എന്റെ കൂടെ വരണം. അയ്യോ, കല്യാണത്തിനൊന്നും ഞാൻ വരുന്നില്ല. അതെന്താ? ആളുകൾ എന്നെ കളിയാക്കും. എന്തിന്? ദീപുവിന്റെ കൂടെ വരുന്നേന്. ഇപ്പൊ എന്താ ഇങ്ങനൊരു പുതുമ തോന്നിയത്? ഇപ്പോഴല്ല, കുറച്ചു നാളായി അവരെന്നെ കളിയാക്കുന്നു. കമ്പനി ചോറ് കൊണ്ടുവരുമ്പോഴൊക്കെ അവളുമാരും അവന്മാരും ഓരോന്ന് കുത്തി ചോദിക്കുന്നു. എന്തോ ചോദിക്കുന്നു? ദീപു എന്റെ ആരാണെന്ന് അവർക്കറിയണം. നമ്മൾ ഒന്നിച്ചാണോ നടക്കുന്നേ, ഒന്നിച്ചാണോ കിടക്കുന്നേ, പിന്നെ നാണം കെട്ട വർഗം. ആട്ടെ, നീ എന്തു മറുപടി പറയും? അതിരിക്കട്ടെ, നീ എന്റെ ആരാ? നീ എന്റെ ആരാണെന്ന് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. നീ എന്റെ പെണ്ണാണെന്ന്. എന്ന് വെച്ചാൽ? ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണെന്ന്. അത് നമ്മൾ കല്യാണം കഴിച്ചില്ലല്ലോ. പിന്നെങ്ങനെ നമ്മൾ ഒന്നിച്ച് താമസിക്കുന്നത്? മണ്ടി പെണ്ണെ, നമ്മുടെ പ്രായത്തിലുള്ളവർ കല്യാണം കഴിക്കാൻ ഒന്നിച്ച് താമസിക്കുന്നത് തെറ്റാ. നാട്ടുകാരഞ്ഞ ബഹളം ഉണ്ടാക്കും. എന്നാ നമുക്ക് നിർത്തണ്ട, തുറന്ന് പറഞ്ഞേരെ.
ആട്ടെ, നിന്നെ ഞാൻ കെട്ടുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഇന്ന് നമ്മുടെയും കല്യാണമാണ്. നമ്മുടെ കല്യാണമോ? എന്താ, നിനക്കിഷ്ടമല്ലേ? ഇനിമേലാൽ നന്മയിലും തിന്മയിലും, സമ്പത്തിലും ദരിദ്രതയിലും, ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നതുവരെ ദൈവത്തിന്റെ വിശുദ്ധ നാമധേയത്തിൽ നിന്നെ എന്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനായി നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ സാക്ഷികളുമാണ്. ആത്മബന്ധത്തിന്റെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി ഞാൻ ഈ താലി നിന്നെ അണിയിക്കുന്നു. ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. റാസ്കൽ, കല്യാണം കഴിച്ചു പോലും. ഇല്ല മോളെ, നിന്റെ അമ്മാവൻ ഇതുവരെ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ല. ഇനിയൊട്ട് തോൽക്കുകയുമില്ല.